ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാദ്. കൂടിച്ചേരുന്ന ആ ഒരു ബീജത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു. ഒരാണ് ഒരിക്കൽ ശ്രമിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് 300-ൽ നിന്ന് 400 മില്യൺ സ്പേമാണ് ഉണ്ടാവുന്നത്. ആ 300-ൽ നിന്ന് 400 മില്യൺ സ്പേമില് 300 മില്യൺ ആളുകളെ തോൽപ്പിച്ചിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദർ. അല്ലാഹുവിന്റെ ഖദർ പ്രകാരം ആ 300 മില്യൺ ആളുകളെ തോൽപ്പിച്ചിട്ട് നമ്മൾ അവിടെ ജനിക്കുന്നു. സുമ്മ ജഅൽനാഹു നുത്ഫത്തിൻ ഫീ ഖറാരിൻ മക്കീൻ. ആ ഭദ്രമായ സേഫായ ഗർഭപാത്രത്തെയാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. പിന്നെ അതിനെക്കുറിച്ചുള്ള ഘട്ടങ്ങൾ അല്ലാഹു പറഞ്ഞ സമയത്ത് ബീജത്തിൽ നിന്ന് ഭ്രൂണമാക്കി, ഭ്രൂണത്തിൽ നിന്ന് മാംസം പിണ്ഡമാക്കി, എന്നിട്ട് അസ്ഥി ഉണ്ടാകുന്നു, അസ്ഥിയുടെ മേൽ മാംസം പൊതിയുന്നു. ആയത്തിൽ പ്രത്യേകിച്ചൊരു കാര്യമായിട്ടാവുന്ന ട്വിസ്റ്റായിട്ട് ആയത്തിന്റെ അവസാനം മറ്റൊരു സൃഷ്ടിയായിട്ട് അവനെ വളർത്തിയെടുത്തു എന്ന് അല്ലാഹു അവിടെ പറയും. സുമ്മ അൻശഅനാഹു ഖലഖൻ ആഖർ. അവിടെ മറ്റൊരു ജീവിക്കും കൊടുക്കാതെ റൂഹ് എന്ന് പറയുന്ന ഒരു സാധനം അത് മനുഷ്യന്മാർക്ക് അല്ലാഹു കൊടുത്തു. പിന്നെയും സൂറത്തുൽ അബ്സയിലേക്ക് പോയാൽ സുമ്മ സബീല യസ്സറ, അവന്റെ വഴി എളുപ്പമാക്കി കൊടുത്തു എന്ന് അല്ലാഹു പറയുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് ഒരു കുഞ്ഞി അവിടെ മരിക്കാൻ 100 കണക്കിന് ചാൻസ് അവിടെ മരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കാരുണ്യം കാരണം ആ ഒരു വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു എന്ന് അവിടെ പറയും.